ഒരു സഹോദരി ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാനിതിൻ്റെ മുമ്പ് ഈ പ്രോഗ്രാമിൽ എൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നു, അതിന് എനിക്ക് നല്ല മറുപടി കിട്ടി, അതിനുശേഷം ഞങ്ങൾ ഉംറക്ക് പോയി റാഹത്തായി എന്ന് അവരുടെ ഒരു സന്തോഷം പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. എന്നാൽ അവരുടെ മകളുടെ ഒരു വിഷയമാണ് പറയണത്. മകളുണ്ട്, അവരുടെ ഭർത്താവുണ്ട്, അവൾക്ക് കുട്ടികളുണ്ട്, ജോലിയുണ്ട് ഭർത്താവിന്, അവൾക്കും നാട്ടിൽ ഒരു ജോലിയുണ്ട്. പക്ഷേ ഈ ഭർത്താവ് എപ്പോൾ അവളെ ഫോണിൽ വിളിക്കുമ്പോഴും തെറി പറയുന്ന ഒരു സ്വഭാവം അയാൾക്കുണ്ട്. പിന്നെ ജോലിൻ്റെ ഇടയിൽ ഭർത്താവ് വിളിക്കും, അപ്പോൾ ഫോണിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. ഇവരിതിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അവനൊരു ഉയർന്നൊരു ജോലി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം നടത്തിയിരുന്നത്. പക്ഷേ അത്ര ഉയർന്ന ജോലിയൊന്നുമല്ല, ഇവളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇവർ ചോദിക്കുന്നത് സംസ്കാരത്തോടു കൂടി സംസാരിച്ചൂടെ? ജോലി സ്ഥലത്ത് വീഡിയോ കോൾ വിളിക്കുന്നു, അവിടെ പലരും കാണും, അവരുടെ മുമ്പിൽ വെച്ചാണ് തെറി പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവർ വിവാഹ സമയത്ത് കൊടുത്ത സമ്പത്തിനെക്കുറിച്ചും അവർ സഹായിച്ചതിനെക്കുറിച്ചുമൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവർ പറയണത് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് സഹായിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനൊന്നും ഇപ്പോൾ ഇല്ല, പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന ഒരു പരാതി കൂടി അവിടെ ഭാഗത്തുനിന്ന് പറയാണ്. ഇപ്പോൾ മകൾ ഇനി മൂപ്പര് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനി വിവാഹമോചന കാര്യം സംസാരിക്കണം എന്ന അഭിപ്രായത്തിലെത്തി നിൽക്കുകയാണ്. അല്ല, നമുക്കിപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു ദീനുള്ളവരിൽ നിന്ന് നമുക്കൊരു സംസ്കാരം പ്രതീക്ഷിക്കാൻ പറ്റും. നമ്മൾ ദീൻ എന്ന് പറഞ്ഞാൽ കേവലം ആരാധനാ കർമ്മങ്ങളിൽ മാത്രം പരിമിതമല്ലല്ലോ. ഒരു മനുഷ്യൻ്റെ ടോട്ടൽ ചേഞ്ചാണ്, സമ്പൂർണ്ണമായ മാറ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസി തെറി പറയുന്നവനല്ല എന്നതിന് വിശ്വാസം പറയുന്നതുകൊണ്ടാണ്. ഒരു വിശ്വാസിക്ക് അത് തെറി പറയാൻ കഴിയില്ല, ഒരു വിശ്വാസിക്ക് വ്യഭിചരിക്കാൻ പറ്റില്ല, ഒരു വിശ്വാസിക്ക് മോഷ്ടിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പൂർണ്ണ മാറ്റത്തിന് വിധേയമാകുന്ന ഒരു വ്യക്തിയാകും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പല സഹോദരിമാരിൽ നിന്നും അവിടെ ഭർത്താക്കന്മാരെക്കുറിച്ച് അവരിത്തരം പരാതികൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കാൻ, അയാൾ നിസ്കരിക്കുന്ന ഒരാളാണോ, അയാൾ ദീനിനെക്കുറിച്ച് ബോധമുള്ള ആളാണോ, അയാൾ കൃത്യമായി ജമാഅത്തിന് പോകുന്ന ഒരാളാണോ, ദീനുമായിട്ട് അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനോ പഠിക്കാനോ വല്ല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് മറുപടി. അല്ലാത്ത ഒരാളിൽ നിന്ന് നമുക്ക് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു തെറി നിർത്തുക എന്നത് മാത്രം പരിമിതമല്ലത്, അയാളൊരു ദീനിയായ ജീവിതത്തിലേക്ക് പരിവർത്തിക്കുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പരിഹാരം. അപ്പോൾ അത് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ സഹോദരിക്ക് അങ്ങനത്തെ ഒരു അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫള് ഫർ ബിദാത്തിദ്ദീൻ, ഒരു വിവാഹത്തിൽ ഏറ്റവും അധികം പരിഗണിക്കേണ്ടത് എന്താണ്? ദീനാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം നോക്കുക കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ, ഇപ്പോൾ പറയേണ്ട ഒരു ജോലി ഇല്ലാത്ത പോട്ടെ, അത് പ്രശ്നമില്ല, ഒക്കെ നമ്മൾ സഹിച്ചോളാം, പക്ഷേ അയാളൊരു സംസ്കാരത്തിൽ പെരുമാറേണ്ടതാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇന്നിപ്പോൾ വിവാഹങ്ങളിലൊക്കെ പരിഗണിക്കണം എന്താണ്, പെൺകുട്ടികൾ തന്നെ പറയും അയാൾക്കൊരു പെർമനൻറ്റ് ജോലി ഉണ്ടോ, അയാൾ PSCയിൽ കയറിയിട്ടുണ്ടോ, ഉണ്ടോ, അയാൾ വീട് നല്ല അത്യാവശ്യം വൃത്തിയുള്ള വീടാണോ, ഇങ്ങനെ പലതും ചോദിക്കും. ഞാൻ പറഞ്ഞു, ഇതൊന്നും ചോദിക്കുന്നതിനോ നോക്കുന്നതിനോ ഒന്നും നമ്മൾ എന്തല്ല തടസ്സമല്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ്. റോഡിലൂടെ ഇഷ്ടംപോലെ ബസ്സുകൾ പോകുന്നു, നമുക്ക് തിരക്കില്ലാത്തൊരു ബസ് കയറിയാൽ പോരല്ലോ. നമ്മൾ എവിടേക്കാണോ എത്തേണ്ടത് ആ ബസ്സിൽ തിരക്കുണ്ടെങ്കിലും അതല്ലേ നമ്മൾ കയറേണ്ടത്. നമ്മുടെ ലക്ഷ്യമല്ലേ പ്രധാനം. നമുക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം, പരലോകത്ത് സമാധാനത്തോടെ ജീവിക്കണം. അതിന് ദീന് കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ തെരിപത്തിയതാക്ക്, നമ്മുടെ കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും ദീനിനാണ് പ്രധാനം. അപ്പോൾ ഈ പരാതികൾക്കൊക്കെ ഉള്ള പരിഹാരം എന്ത് ചെയ്യണം, അയാൾ ദീന് ഉൾക്കൊണ്ട് ഒരു മാറ്റത്തിന് വിധേയമാകുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, ഇവരിപ്പോൾ ഇങ്ങനത്തെ ഒരാളിൽ നിന്ന് ഒരു ജീവിതവും കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇയാൾ തെറി പറയുക, ചീത്ത പറയുക, ഇങ്ങനത്തെ ഒരാളെ എനിക്ക് ഒഴിവായിക്കൂടെ, എനിക്ക് വിവാഹമോചനം നേടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, വിവാഹമോചനം നേടുക എന്നുള്ള കാര്യത്തിൽ ഒരു മതപരമായിട്ടുള്ളൊരു ഫത്വ മാത്രമല്ലല്ലോ പ്രധാനം. ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് ശരിയായ സംരക്ഷണം കൊടുക്കാത്ത ഒരു ഭർത്താവ്, ആ ഭർത്താവിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടാൻ ന്യായമായും ഒരു സ്ത്രീക്ക് പറ്റും. പക്ഷേ എല്ലാ വിവാഹ ജീവിതങ്ങളിലും ഭർത്താക്കന്മാരെ പരിഗണിക്കാതിരിക്കുമ്പോൾ, ചിലവർ കൊടുക്കാതിരിക്കുമ്പോൾ എല്ലാം നമ്മൾ ഡൈവേഴ്സ് ആവാം എന്ന് തീരുമാനിച്ചാൽ ജീവിതങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു പരിഹാരം എന്ന്, ഇദ്ദേഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നോക്കാം. അതിന് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇവർ എപ്പോഴും നമ്മൾ വിവാഹമോചനത്തിക്കല്ല പോകേണ്ടത്.
ഇയാളുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നതാണോ ഇപ്പോഴുള്ള പ്രശ്നം? എങ്കിൽ ജീവിക്കാതിരിക്കുക. അപ്പോൾ അദ്ദേഹം സംരക്ഷിക്കണില്ല, നോക്കണില്ല, അദ്ദേഹം ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യാണ്? അങ്ങനത്തെ ഒരു ഭർത്താവുമായിട്ട് എന്ത് ചെയ്യുക? തൽക്കാലം അയാളുടെ ഒരു അധീനതയിൽ ജീവിച്ചു പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ ഇപ്പോൾ ജീവിക്കാൻ എവിടെയാണോ പറ്റുക അവിടേക്കൊന്ന് മാറി നിൽക്കുക. നമ്മൾ പ്രശ്നം ഉണ്ടാക്കണില്ല, കച്ചറ ഉണ്ടാക്കണില്ല, ഒന്നും പറയണില്ല. അപ്പോൾ എന്താ അവൾ പണ്ട് പോയത്? എന്താ അപ്പോൾ അവിടെ നിൽക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു സമാധാനമുള്ള ഒരു സ്വൈരമില്ല, എല്ലാ സമയത്തും പ്രയാസങ്ങളാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ തെറി പറയുന്നു, ചീത്ത പറയുന്നു എന്നാണ് പറയണത്. അപ്പോൾ അവൾക്ക് ഏതായാലും നിങ്ങൾ കൂടെ ഇല്ല, ഗൾഫിലുള്ളത്, പിന്നെ ഒരു സമാധാനത്തിൻ്റെ വാക്കുമില്ല, എപ്പോഴും ഇങ്ങനെ ചീത്ത പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ സഹിച്ച് നിൽക്കുക എന്ന് എന്താണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായും അവൾ പോകുമെന്ന് അവർക്ക് മനസ്സിലാവും, മാറി നിൽക്കുമെന്ന് മനസ്സിലാവും. എന്നിട്ടും അയാൾക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിലാണ് നമ്മൾ വേഗം തീരുമാനങ്ങളിലേക്ക് പോകേണ്ടത്. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്കാണ് പോവുക. പരിഹരിക്കാൻ പറ്റും, പോകും എന്ന ഭീഷണി പോലും ഒരാളെ പരിവർത്തിപ്പിക്കാൻ പറ്റിയതാണ്. എത്രയോ ബന്ധങ്ങൾ അതുകൊണ്ട് നന്നായിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് നിങ്ങൾ ഉപദ്രവിക്കണ്ട, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല, ഞാൻ കുറച്ച് കാലം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം, നിങ്ങൾക്ക് എപ്പോഴാണോ എന്നെ വേണം തോന്നുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ കൊടുന്നോളി, നിങ്ങൾ സംരക്ഷിച്ചോളിയും എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഈ നിൽക്ക്, ഇത് സംഭവിച്ചു പോയി, മാപ്പാക്ക്, നമ്മളെ കുട്ടികളില്ലേ, നമുക്ക് നേരെ പോണ്ടേ എന്ന് ചോദിച്ച എത്ര ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ ഒരു തൊലാക്കിൻ്റെ മുമ്പ് എന്താണ് പല സ്റ്റെപ്പുകളുമുണ്ട്. പല പുരുഷന്മാരും എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വെച്ചാൽ എന്ത് ചെയ്താലും ഇവൾക്ക് പോകാനൊരു ഇടമില്ല, ഒരു കുട്ടിയായില്ലേ, ഓൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് പലരും വിശ്വസിക്കുന്നത്. അതൊക്കെ തെറ്റായ വിശ്വാസമാണ്. ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് എന്താണോ അത് നൽകുന്നില്ലെങ്കിൽ ആരെങ്കിലും അവിടെ നിൽക്കും. നമ്മളൊരു വീട് താമസിച്ചത് ചോർന്നൊലിക്കുകയാണ്, അവിടെ ഒരു വീടിൻ്റെ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ആ വീട്ടിൽ നമ്മൾ താമസിക്കും. ഒരു വാഹനമുണ്ട്, നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ല, നമ്മൾ പിന്നെ ആ വാഹനം നിലനിർത്തും. അതേപോലെ നമുക്കൊരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഏത് സ്ത്രീയാണ് നിൽക്കുക? ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഏത് പുരുഷനാണ് നിൽക്കുക? അത് സ്വാഭാവികമായും എന്ത് ചെയ്യും? വേണ്ടെന്ന് വെക്കും. അങ്ങനെ വേണ്ടെന്ന് വെക്കുന്നൊരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഒരു പുനർവിചനത്തിന് തയ്യാറാകും. അതല്ലാതെ ആദ്യം തന്നെ എന്താണ് ഇത് ഇനി എന്തായാലും അങ്ങോട്ടില്ല എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു മാറ്റമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അയാൾക്ക് ദീനിയായ മാറ്റം ഉണ്ടാകുമോ, അല്ലെങ്കിൽ പോകുമെന്നറിയുമ്പോൾ അയാളിൽ ചേഞ്ച് ഉണ്ടാകുമോ എന്നൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ടായിരിക്കും ഒരു തീരുമാനമെടുക്കാൻ നല്ലത് എന്നാണ്